അമേരിക്കൻ ലിറ്ററേച്ചറിൽ നമ്മളിനി നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 തന്നെ യൂണിറ്റ് 1 രണ്ട് കവിതകളാണ് കേട്ടോ. രണ്ട് പോംസാണ് നമ്മൾ നോക്കുന്നത്. ഒരെണ്ണം ഫിലിസ് വീറ്റ്ലിയുടെ എ ഹിം ടു ദ ഈവനിങ്ങും പിന്നെ ആൻ ബ്രാഡ്സ്ട്രീറ്റിൻ്റെ ദ ഓതർ ടു ഹർ ബുക്കും. ഈ രണ്ട് പോംസാണ് ഈ ഓഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിലിസ് വീറ്റ്ലിയുടെ എ ഹിം ടു ദി ഈവനിങ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ദി പോയറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ഇവർ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ഫീമെയിൽ പോയറ്റാണ് കേട്ടോ, ഫിലിസ് വീറ്റ്ലി എന്ന് പറയുന്നത്. ആൻഡ് വെസ്റ്റ് ആഫ്രിക്കയിലാണ് ഇവർ ജീവിച്ചത്. സോ ഇവരുടെ ലൈഫ് സ്റ്റോറിയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇവർ ആസ് എ ചൈൽഡ് ഇവരെ കിഡ്നാപ്പ് ചെയ്ത് കുറേ ആളുകൾ ബോസ്റ്റൺ എന്നുള്ള സ്ഥലത്ത് സ്ലേവായിട്ട് വിറ്റിട്ടുണ്ട്, സെല്ല് ചെയ്തിട്ടുണ്ട്. സോ അവർക്ക് ആ സ്ലേവറിയുടെ എക്സ്പീരിയൻസ് നല്ലപോലെ അറിയാവുന്ന ഒരു റൈറ്ററാണ് ആരെന്ന് പറയുന്നത് ഫിലിസ് വീറ്റ്ലി. ആൻഡ് പിന്നീട് വീറ്റ്ലി ഫാമിലിയാണ് ഇവരെ പർച്ചേസ് ചെയ്തത് ആസ് എ സ്ലേവ്. എന്നിട്ട് ഇവർക്ക് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷിലും ലാറ്റിനിലും ഗ്രീക്കിലും ഹിസ്റ്ററിയിലും ബൈബിളിലും ഒക്കെ എഡ്യൂക്കേഷൻ ആ ഫാമിലിക്കാർ തന്നെ പ്രൊവൈഡ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി ലിറ്റററി ടാലൻറ്റ് ഇവർക്ക് കുഞ്ഞു വയസ്സിലെ തൊട്ടേ, അതായത് ഫ്രം എ യങ് ഏജ് ഓൺവേർഡ്സ് ഇവർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് അവരുടെ കളക്ഷൻ ഓഫ് പോംസ് എന്ന് പറയുന്നത് പോംസ് ഓൺ വേരിയസ് സബ്ജക്ട്സ് റിലീജിയസ് ആൻഡ് മോറൽ എന്ന് പറഞ്ഞിട്ടൊരു കളക്ഷൻ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് 1773. ആ കളക്ഷനാണ് ഇവരെ ഭയങ്കര ഇൻ്റർനാഷണലി ഇവരെ വിസിബിൾ ആക്കി മാറ്റിയത് ആസ് എ റൈറ്റർ. സോ ഇവരുടെ പോയത്തിനകത്ത് കൂടുതലും ഉള്ളത് ക്രിസ്ത്യൻ ഫെയ്ത്തിനെ കുറിച്ച്, നേച്ചറിനെ കുറിച്ച്, മൊറാലിറ്റിയെക്കുറിച്ച്, ഫ്രീഡത്തിനെ കുറിച്ച്, സ്പിരിച്വാലിറ്റി, ഹോപ്പിനെ കുറിച്ചൊക്കെയാണ് വരുന്നത്. സോ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസ് ഇമേജറിയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. വളരെ ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതുന്നത്. ആൻഡ് ഓൾസോ നേച്ചർ എന്ന് പറയുന്നതിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട്, നേച്ചർ എന്ന് പറയുന്നത് ഗോഡിൻ്റെ ക്രിയേഷനാണ്. സോ വി ഷുഡ് സെലിബ്രേറ്റ് നേച്ചർ, അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ ഓഫ് നേച്ചർ നമുക്ക് ഇവരുടെ വർക്ക്സിനകത്ത് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദെൻ പോയത്തിൻ്റെ നമ്മൾ ഇൻട്രൊഡക്ഷനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഫിലിസ് വീറ്റ്ലിയുടെ ഹിം ടു ദി ഈവനിങ് എന്നുള്ള വർക്ക് ഒരു ഡിവോഷണൽ പോമാണ്. ആസ് ഐ സെഡ് ഏർലിയർ, ഇവരുടെ പോം എന്ന് പറയുന്ന കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു റിലീജിയസ് പോമാണ്. റിലീജിയസ് പോം എന്തിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്? ഗോഡിൻ്റെ, അതായത് ഒരു വൈകുന്നേരത്തിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഹിം ടു ദി ഈവനിങ് എന്നാണ് പറയുന്നത്. ഹിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലീജിയസ് പ്രെയർ, ഈവനിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോമാണിത്. ഒരു വൈകുന്നേരത്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഈ വൈകുന്നേരത്തിൻ്റെ അറൈവൽ എന്ന് പറയുന്നത് ഗോഡിൻ്റെ ബ്യൂട്ടിഫുൾ ക്രിയേഷനായിട്ടാണ് ഇവർ പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ സായാഹ്ന സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൺ സെറ്റ് ചെയ്യാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് ഗോഡിൻ്റെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേഷനായിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഈവനിങ് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സണ്ണ് ലീവ് ചെയ്യുവാണ്, സൂര്യൻ പോവുകയാണ്. സോ ഡാർക്ക്നെസ് പതുക്കെ വരും. പക്ഷേ ഡാർക്ക്നെസ്സിനെ കുറിച്ചല്ല ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഈവനിങ്ങിൻ്റെ ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നുന്നു, വളരെ കംഫർട്ടിംഗ് ആയിട്ട് തോന്നുന്നു, ഭയങ്കര ഹോളി ആയിട്ട് ഹോളി ആയിട്ട് തോന്നുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ പോയത്തിനകത്ത് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും നേച്ചറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു കാംനെസ്, മോർണിംഗിൽ നിന്ന് തുടങ്ങി ഈവനിങ് ആകുമ്പോഴത്തേക്കും ആ ഒരു ഡേ തീരാറാവുകയാണല്ലോ. സോ ഒരു കൈൻഡ് ഓഫ് സോർട്ട് ഓഫ് കാംനെസ്സിനെ കുറിച്ചാണ് അവർ, ഒരു സമാധാനത്തിനെ കുറിച്ചുമൊക്കെയാണ് അവർ ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ പോം തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ്ങിൻ്റെ അറൈവലിനെ കുറിച്ച് പറയുവാണ്, അതായത് സൺസെറ്റ്. അപ്പോൾ പോയറ്റ് വെൽക്കം ചെയ്യുവാണ് ഈവനിങ്ങിനെ വളരെ ജെൻറ്റിലായിട്ടും. അതിൻ്റെ ആ ഒരു ഈവനിങ് വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ജെൻറ്റിലായിട്ടാണ് ഈവനിങ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ ഗ്രേസ്ഫുള്ളാണ്. ഡാർക്ക്നെസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ബേർഡ്സ് എല്ലാം സിങ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് വിൻഡ്, കാറ്റ് ഭയങ്കര ജെൻറ്റിലാവാൻ തുടങ്ങും. വേൾഡ് പതുക്കെ ക്വയറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ സ്റ്റാർസ് പതുക്കെ ഷൈൻ ചെയ്യാൻ തുടങ്ങുന്നു. സ്കൈ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് പോയറ്റ് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി ക്രിയേഷൻ ബൈ ഗോഡാണ് ഇത്രയും കാര്യങ്ങൾ. സോ ആ ഗോഡിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ ഇദ്ദേഹം പോയറ്റ് അഡ്മയർ ചെയ്യുവാണ്. ആ ഒരു ഇത്രയും നല്ലൊരു ബ്യൂട്ടി അല്ലേ ഗോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ പോയറ്റ് എൻകറേജ് ചെയ്യുവാണ് ആളുകളെ, അതായത് ഈ ഈവനിങ്ങിൽ പ്രെയർ ആൻഡ് റിഫ്ലക്ഷന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുക ടൈം. അല്ലാതെ സിൻഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാതിരിക്കുക, അതായത് പാപങ്ങൾ ചെയ്യാതിരിക്കുക. പോം കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗോഡിനെ പ്രൈസ് ചെയ്യുന്നു, നേച്ചറിന് കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നു, ആൻഡ് ക്രിയേറ്ററിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ക്രിയേറ്റർ എന്ന് വെച്ചാൽ ഗോഡിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. അപ്പോൾ സ്റ്റാൻസ വൈസ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് ഈവനിങ്ങിനെ നമ്മുടെ പോയിറ്റ് വെൽക്കം ചെയ്യുന്നത് വളരെ ഹാപ്പി ആയിട്ടും അഡ്മിറേഷനോടുകൂടിയാണ്. ഈവനിങ് വളരെ ജെൻറ്റിലായിട്ട് വരുന്നു. ഒരു ഗ്രേസ്ഫുൾ ലേഡി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയുമായിട്ടാണ് ഈവനിങ്ങിനെ കമ്പയർ ചെയ്യുന്നത്.
നേച്ചർ ഡേ ലൈറ്റിൽ നിന്ന് കാംലെസ്സിലോട്ട് ചേഞ്ച് ആവുന്നു. ഈവനിങ് ഒരു സമാധാനത്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, അല്ലാതെ ഫിയറിനെ അല്ല. ഓക്കെ, സോ ഈ സ്റ്റാൻസയ്ക്കകത്ത് ഈവനിങ്ങിനെ പേഴ്സോണിഫൈ ചെയ്യുവാണ് ബ്യൂട്ടിഫുൾ വുമൺ ആയിട്ട്. പേഴ്സോണിഫിക്കേഷൻ എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ നോൺ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതായത് വൈകുന്നേരത്തിനെ ഒരു സ്ത്രീയായിട്ട് ഉപമിക്കുന്നു. ഓക്കെ, സ്റ്റാൻസ 2-നകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ വേൾഡ് വളരെ ക്വയറ്റ് ആവാൻ തുടങ്ങി. ബേർഡ്സ് എല്ലാം അവരുടെ നെസ്റ്റിലോട്ട് പോകുന്നു. ജെന്റിലായിട്ടുള്ള വിൻഡ് വരുന്നു, അത് എർത്തിനെ കൂളാക്കുന്നു. ഡേ ടൈമിലെ നോയ്സ് എല്ലാം ഡിസപ്പിയർ ആവുന്നു, ഒരു സൈലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നേച്ചർ റെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. സ്റ്റാൻസ 3-കകത്ത് നൈറ്റ് സ്കൈയുടെ ബ്യൂട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. സ്റ്റാർസ് എല്ലാം വരുന്നു, അപ്പം മൂൺ ലൈറ്റ് പതുക്കെ വരുന്നു. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന ഡാർക്ക്നെസ് ഫ്രൈറ്റനിങ് അല്ല, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്നാണ് പറയുന്നത്. സ്റ്റാൻസ 4-നകത്ത് വീണ്ടും റിലീജിയസ് ഡിവോഷനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഹ്യൂമൻസ് ഇങ്ങനെയുള്ളൊരു സായാഹ്നത്തിനെ പ്രേ ചെയ്യാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വേണം ടൈം യൂസ് ചെയ്യാൻ. സിൻഫുൾ ആയിട്ടുള്ള തോട്ട്സ് ഒന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഗോഡിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ അല്ലെങ്കിൽ അതിനെന്താണ് ഗോഡിൻ്റെ ഗ്രേറ്റ്നെസ്സിന് നമ്മൾ അഭിനന്ദിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. പീസ്ഫുൾ ഈവനിങ് എന്ന് പറയുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്, ഒരു സ്പിരിച്വൽ പ്യൂരിറ്റിയെ കാണിക്കുന്നു. ഓക്കെ, ഈ 4 സ്റ്റാൻസയ്ക്കകത്ത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തീമായിട്ട് വരുന്നത് നേച്ചർ എന്ന് പറയുന്നത് ഗോഡിൻ്റെ വിസ്ഡം ആൻഡ് ബ്യൂട്ടിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ക്രിസ്ത്യൻ ഫെയ്ത്തിനെ കാണിക്കുന്നു. എന്ന് വെച്ചാൽ എൻറ്റയർ പോം എന്ന് പറയുന്ന ഒരു പ്രെയർ ആണ്, ഈവനിങ്ങിന് വേണ്ടിയുള്ളൊരു പ്രെയർ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയുള്ളൊരു പ്രെയർ. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു തീമുണ്ട് ഇതിനകത്ത് അല്ലേ. പിന്നെന്താണ്, ഒരു സ്പിരിച്വൽ റിഫ്ലക്ഷനും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പേഴ്സോണിഫിക്കേഷൻ, ഈവനിങ്ങിനെ ഒരു സ്ത്രീയായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇതിനകത്ത് ഇമേജറി എന്ന് പറയുന്നത് ഇമേജസ് എന്തൊക്കെയാണ്, വിഷ്വൽ ആയിട്ടുള്ള ഇമേജസ് എന്തൊക്കെയാണ്, സ്റ്റാർസ്, മൂൺ, ബേർഡ്സ്, വിൻഡ്, സ്കൈ. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഈവനിങ്ങിനെയാണ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്, അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് കവിത എഴുതിയിരിക്കുന്നത്. സോ അങ്ങനെ ഈവനിങ്ങിനെ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് അപ്പോസ്ട്രഫി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് പോയത്തിനകത്ത് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആൻ ബ്രാഡ്സ്ട്രീറ്റിൻ്റെ ദ ഓതർ ടു ഹർ ബുക്ക് എന്നുള്ള വർക്കാണ്. ആൻ ബ്രാഡ്സ്ട്രീറ്റ് ഒരു ഫസ്റ്റ് പബ്ലിഷ്ഡ് ഫീമെയിൽ പോയറ്റാണ് കൊളോണിയൽ അമേരിക്കയിൽ. ഇംഗ്ലണ്ടിൽ ജനിച്ചു. പിന്നെന്താണ്, ഇവരുടെ പോയട്രിക്കകത്ത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള റിലീജിയസ് ബിലീഫ്സിനെ കുറിച്ചും ഫാമിലി ലൈഫിനെ കുറിച്ചും പേഴ്സണൽ ഇമോഷൻസിനെ കുറിച്ചും സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു പോയേക്കുന്നത്. മദർ ഓഫ് അമേരിക്കൻ പോയട്രി എന്നാണ് ഇവർ അറിയപ്പെടുന്നത്, ആൻ ബ്രാഡ്സ്ട്രീറ്റിന്. പിന്നെ റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ലാംഗ്വേജിൽ മെറ്റഫേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ഓട്ടോബയോഗ്രഫിക്കൽ അല്ലെങ്കിൽ പേഴ്സണൽ എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ എഴുതുന്നത്. സോ നമുക്ക് ഈ ഓതർ ടു ഹർ ബുക്ക് എന്ന് പറയുന്ന ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സെൽഫ് ക്രിറ്റിക്കൽ പൂവമാണ്. ബ്രാഡ്സ്ട്രീറ്റ്, അതായത് നമ്മുടെ റൈറ്റർ ആൻ ബ്രാഡ്സ്ട്രീറ്റ്, അവരുടെ പബ്ലിഷ്ഡ് ബുക്കിനെ ഒരു പുവർലി ഡ്രസ്ഡ് ചൈൽഡായിട്ട് കമ്പയർ ചെയ്യുവാണ്. അതായത് അവരിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഒരു കവിത അല്ലെങ്കിൽ അവരുടെ ഒരു ബുക്ക്, അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ആ ബുക്കിനെ അവരെന്തോ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പോലെ ഒരുങ്ങാതെ ഒരു കുട്ടിയെ നമ്മൾ എങ്ങനെയാണോ വെളിയിലോട്ട് വിടുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ബിഫോർ ഇറ്റ് വാസ് റെഡി, നമ്മൾ പെട്ടെന്ന് കൊച്ചുങ്ങളെ ഒരുക്കിയൊക്കെ വിടത്തില്ലേ, ഇങ്ങനെ വലിയ ഇതൊന്നും ചെയ്യാതെ ചുമ്മാ പൂറായിട്ട് ഡ്രസ്സ് ചെയ്ത് ഒരു കൊച്ചിനെ നമ്മൾ എങ്ങനെയാണോ ലോകത്തിന് മുമ്പിൽ പോയി ഇറക്കി വിടുന്നത്, അതുപോലെയാണ് ഇവരുടെ പബ്ലിഷ്ഡ് ബുക്കിനെ ഇവർ കമ്പയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റെഡി ആവുന്നതിന് മുന്നേ, റെഡി ആവുന്നതിന് മുന്നേ ഇവർ ബുക്ക് പബ്ലിഷ് ചെയ്തു. സോ ഇവർ ഹ്യൂമറസ് ആയിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ പബ്ലിക്കേഷന് മുന്നേ ഉള്ള റൈറ്റേഴ്സ് അനുഭവിക്കുന്ന ആ ഒരു ആൻസൈറ്റി, ടെൻഷൻ, പെർഫെക്ഷനിസം, നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം എൻ്റെ വർക്ക് ഇറങ്ങാൻ. പിന്നെന്താണ്, ഒരു മെറ്റേണൽ അഫെക്ഷൻ, പിന്നെന്താണ് ഒരു അഭിമാനം പ്ലസ് നാണക്കേട്, പ്രൈഡും എംബാരസ്മെൻറ്റും, അതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റൈറ്റേഴ്സ് എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദി ഓതർ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ വർക്ക്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബ്രാഡ്സ്ട്രീറ്റ് ഇമാജിൻ ചെയ്യുന്ന ഇവരുടെ ഒരു ബുക്കിനെ ചൈൽഡുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അതായത് അവരുടെ പെർമിഷൻ ഇല്ലാതെ ഇതാരോ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊരു നാണക്കേട്, അതായത് ഇതിനകത്ത് പെർമിഷൻ ഇല്ലാതെ പബ്ലിഷ് ചെയ്തുകൊണ്ട്, റെഡി ആവാതെ പബ്ലിഷ് ചെയ്തുകൊണ്ട് അതിനകത്ത് കുറേ മിസ്റ്റേക്സും ഇംപെർഫെക്ഷൻസും ഇവർക്ക് കാണാം. അപ്പോൾ ബുക്ക് തിരിച്ചു വരുമ്പോൾ അവരെന്താണ് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, മിസ്റ്റേക്കുകളെല്ലാം. പക്ഷേ അവർ റിയലൈസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരിക്കലും ഇതിനകത്ത് റിവിഷൻ എത്ര റിവൈസ് ചെയ്താലും എത്ര പിന്നെ മിസ്റ്റേക്സ് തിരുത്തിയാലും ഈ ഒരു ബുക്കിനെ പെർഫെക്റ്റ് ആക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഇവർക്ക് വരുവാണ്. ഇവൻച്വലി എന്ത് ചെയ്യാണ്, ഈ ബുക്കിനെ ഒരു കുട്ടിയെ പോലെ ഒരുക്കുന്നു, എന്നിട്ട് തിരിച്ച് വേൾഡിലോട്ട് പറഞ്ഞു വിടുവാണ്. എന്നിട്ട് പറയുവാണ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രം നിന്നാൽ മതി, അവർ മാത്രമായിരിക്കും ഈ ഒരു ബുക്കിനെ അല്ലെങ്കിൽ ഈ കുട്ടിയെ കൈൻഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഹാർഷ് ക്രിട്ടിക്സിൻ്റെ ഇടയിലോട്ട് ഈ ബുക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരിതിനെ വലിച്ചു കീറി അതിൻ്റെ ഇംപെർഫെക്ഷൻസും കാര്യങ്ങളും മിസ്റ്റേക്കുകളും എല്ലാം ക്രിട്ടിസൈസ് ചെയ്യും. അതുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ആളുകൾ മാത്രം ഈ ബുക്ക് വായിച്ചാൽ മതി, ഫ്രണ്ട് സർക്കിളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതി, അല്ലാതെ വേറെ ആളുകളുടെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ സ്റ്റാൻസ ബൈ സ്റ്റാൻസ നമുക്ക് നോക്കാം. ഒരു സിംഗിൾ കണ്ടിന്യൂസ് സ്റ്റാൻസയിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് സെക്ഷൻ വൈസ് സെക്ഷൻ നോക്കാം. ആദ്യത്തെ 8 ലൈൻസിനകത്ത് പോയിറ്റ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലിറ്ററി ഡിവൈസ് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. അതായത് ബുക്കിനെ ചൈൽഡായിട്ട് കമ്പയർ ചെയ്യുവാണ്. അപ്പോൾ അത് അവർ ഉദ്ദേശിക്കുന്നതിന് മുന്നേ തന്നെ പബ്ലിഷ് ചെയ്യപ്പെട്ടു. സോ അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഇംപെർഫെക്ഷൻസിൽ അഷെയിംഡ് ആവുന്നു. പ്രിൻ്ററിനെ എന്താണ്, പ്രിൻ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചതി ചെയ്തത്. അപ്പോൾ പ്രിൻ്ററിനെ കമ്പയർ ചെയ്യുവാണ്. അതായത് പ്രിൻ്റർ എന്തുവാണ്, പ്രിൻ്ററാണ് ഈ കുട്ടിയെ, അതായത് കുട്ടി എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബുക്കിനെയാണ്, അവരുടെ ആ ഒരു വർക്ക് ഓഫ് ആർട്ട്. അപ്പോൾ ആ വർക്കിനെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രിൻ്ററാണ് ഔട്ട്സൈഡ് വേൾഡിൽ എക്സ്പോസ് ചെയ്തത്. സെക്ഷൻ 2-നകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടിയെ, അതായത് ഈ ബുക്കിനെ അവർ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുവാണ്. അതിൻ്റെ മുഖം വാഷ് ചെയ്യുന്നു. മുഖം വാഷ് ചെയ്യുന്നു വെച്ചാൽ ആ ബുക്കിൻ്റെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ജോയിൻറ്റുകളെല്ലാം സ്ട്രെച്ച് ചെയ്യുന്നു എന്ന് വെച്ചാൽ ലൈൻസ്, അതിനകത്തുള്ള വരികൾ മൊത്തം അവർ മാറ്റുന്നു. ക്ലോത്ത് ഫിക്സ് ചെയ്യുന്നു. ക്ലോത്ത് ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു. പക്ഷേ എന്തൊക്കെ എഫേർട്ട് എടുത്തിട്ടും ഈ ഡിഫക്റ്റുകളൊന്നും ഇവർക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ റൈറ്റിങ്ങിൽ നമുക്കൊരിക്കലും പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വരത്തില്ല. അത് ഇമ്പോസിബിളാണ് ഒരു റൈറ്ററിന്. എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്താണ് കുഞ്ഞു ഇംപെർഫെക്ഷൻസ് ഹാപ്പൻ ചെയ്യും. ലൈൻസ് 19 to 24 ഈ പോയിറ്റ് അപ്പോൾ ഇത് റിയലൈസ് ചെയ്യുവാണ്, ഇംപെർഫെക്ഷൻസിനെ മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, മനസ്സോടുകൂടി ഈ വർക്കിനെ എക്സ്പോസ്, അതായത് ഔട്ട്സൈഡ് വേൾഡിലുള്ള റീഡേഴ്സിന് വായിക്കാൻ കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ കുട്ടിയെ ഔട്ട്സൈഡ് വേൾഡിലോട്ട് വിടുന്നു. അപ്പോൾ അവർ അഡ്വൈസ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ പോയിറ്റ് കൈൻഡ് റീഡേഴ്സിൻ്റെ ഇടയ്ക്ക് നിന്നാൽ മതി, ഹാർഷ് ക്രിട്ടിക്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യണം. എന്താണ് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യം, എന്താണ്, അമ്മ പൂറാണ്. ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേക്കട അമ്മ പൂറാണ് എന്ന് വെച്ചാൽ ഈ ബുക്ക് ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞേക്കണം അതിൻ്റെ ഓഥർ എന്ന് പറയുന്നത് വളരെ പൂറായിട്ടുള്ള ഒരു റൈറ്ററാണ് എന്ന് പറഞ്ഞേക്കണം എന്ന് പറയുവാണ്. സോ ഇതിനകത്ത് മദർഹുഡിനെ കുറിച്ചും പറയുന്നുണ്ട്, ക്രിയേറ്റിവിറ്റിയെ കുറിച്ചും പാരലായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ബുക്ക് സിംബലൈസ് ചെയ്യുന്നത് പോയറ്റിൻ്റെ ചൈൽഡിനെയാണ്, അല്ലെങ്കിൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു കുഞ്ഞിനെ പ്രസവിക്കുന്ന പോലെയാണ് എന്നുള്ള രീതിയിലൊരു കമ്പാരിസനാണ്. അത് മറന്നു പോകരുത്. പിന്നെ ആർട്ട് എന്ന് പറയുന്ന ഒരിക്കലും പെർഫെക്റ്റ് ആവത്തില്ല. ഒരു ലിറ്ററി വർക്കും പെർഫെക്റ്റ് അല്ല. ഓതർ തന്നെ കുറേ മിസ്റ്റേക്സ് കണ്ടുപിടിക്കും, പിന്നെ വായിക്കുന്ന റീഡേഴ്സും മിസ്റ്റേക്ക് കണ്ടുപിടിക്കും. നെക്സ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ റൈറ്റേഴ്സ്, ഇവർ താമസിച്ചിരുന്ന ആ ഒരു സൊസൈറ്റിയിലെ ഫീമെയിൽ റൈറ്റേഴ്സ് ഫേസ് ചെയ്തിരുന്ന ചലഞ്ചസിനെ കുറിച്ചുമാണ് ഇവരിവിടെ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ റൈറ്റർ അവരുടെ ബുക്ക് പബ്ലിഷ് ചെയ്ത ഹാർഷായിട്ട് മെയിൽ റൈറ്റേഴ്സും മെയിൽ ക്രിട്ടിക്സും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും. അതാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ബുക്കിനെ ഇവിടെ ഒരു ചൈൽഡായിട്ട് കമ്പയർ ചെയ്യുന്നു. അതായത് ബുക്കിനെ ഇവിടെ അവരുടെ പേഴ്സോണിഫിക്കേഷനും ഉണ്ട്, മെറ്റഫറും ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കവിതയ്ക്കകത്ത് വരുന്നത്. ഒരു അമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുന്നത്, അതുപോലെ തന്നെയാണ് ഒരു റൈറ്റർ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം അവരനുഭവിക്കുന്ന ആ ഒരു കാര്യങ്ങളും എല്ലാം സിമിലർ ആണെന്ന് പറയുവാണ്.